അമ്മയോടൊപ്പം ഹോളിഫയർ മിനിസ്ട്രി ഒരുക്കുന്ന ആത്മീയ ശുശ്രൂഷയുടെ 33-ാം ദിനം, 34-ാം ദിനത്തിൽ നാളെ നമ്മളെ തന്നെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മൾ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങുന്ന ഒരുക്കത്തിൻ്റെ 33 ദിനങ്ങൾ, അതിൻ്റെ അവസാന ദിവസം. പ്രിയമുള്ളവരെ, ഈ ദിനങ്ങളിലൂടെ എല്ലാം കർത്താവ് നമ്മളെ നയിക്കുകയായിരുന്നു. നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. ഇന്ന് സാധിക്കുമെങ്കിൽ നല്ലൊരു കുമ്പസാരമൊക്കെ നടത്തി ഒരിക്കൽ കൂടി നമ്മുടെ വ്യക്തി ജീവിതത്തെ അല്പം കൂടി ഒന്ന് വിശുദ്ധീകരിച്ച് തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് അമ്മ വഴി നമ്മുടെ ജീവിതത്തെ നമുക്ക് പ്രതിഷ്ഠിക്കാം, സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ഇന്ന് ഈശോ നമുക്ക് നൽകുന്ന അനുഗ്രഹത്തിൻ്റെ അഭിഷേക വചനം ഇതാണ്. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 5-ാം തിരുവചനം. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം തിരുവചനം. ജോഷുവ ജനത്തോട് പറഞ്ഞു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ കർത്താവ് നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. പ്രിയമുള്ളവരെ, ഈ 33 ദിനങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും, ഉറപ്പാണ്. നമ്മുടെ പ്രാർത്ഥന നിയോഗങ്ങളുടെ മേൽ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ആഗ്രഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കരം തീർച്ചയായിട്ടും കൂടെ ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ പ്രതീക്ഷകൾക്കും അപ്പുറം ദൈവം ഇടപെടും. ദൈവത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാം. പരിശുദ്ധ അമ്മ ഇതാ ദൈവകരങ്ങളിലേക്ക് തൻ്റെ ജീവിതത്തെ അങ്ങ് വിട്ടുകൊടുത്തപ്പോൾ സ്വർഗത്തിൻ്റെ ഭൂമിയുടെ രാജ്ഞിയായി തീരുന്നു. ഭൂലോക രക്ഷകൻ്റെ, ഈ ഭൂമിക്ക് രക്ഷ നൽകിയ ഈശോയുടെ അമ്മയായി തീരുന്നു. നമുക്കെല്ലാവർക്കും മാതാവായിട്ട് തീരുന്നു. ഇതാ പരിശുദ്ധ അമ്മയെ പോലെ, പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെ സ്വർഗം അനുഗ്രഹിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ ഇടപെടൽ തീർച്ചയായിട്ടും ഉണ്ടാകും. വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം, പ്രാർത്ഥിക്കാം. നമ്മളെ തന്നെ ഇതാ തമ്പുരാന്റെ ദിവ്യകാരുണ്യത്തോട് ചേർത്ത് വെച്ച് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. തിരുവൽത്താരിൽ എഴുന്നള്ളിയിരിക്കുന്ന പരമകാരുണ്യനായ ഈശോയെ ആരാധിച്ച് പരിശുദ്ധ പരമദിവികാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവികാരുണ്യ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഹോളിഫയർ മിനിസ്ട്രി ഒരുക്കുന്ന ആത്മീയ ശുശ്രൂഷ അമ്മയോടൊപ്പം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുവാൻ ഒരുങ്ങുന്ന 33 ദിനങ്ങൾ. ഇതാ 33-ാം ദിനം, ഒരുക്കത്തിൻ്റെ അവസാന ദിവസം. ഈശോയെ, പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങളെ ഈ ദിവ്യകാരുണ്യത്തിന് സമർപ്പിച്ച് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈശോയെ, കുറവുകളെ സദാ പരിഹരിക്കുന്ന ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളുടെ ഇല്ലായ്മകളിൽ, കുറവുകളിൽ നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുണ്ടാകട്ടെ. ബലഹീനതകളിൽ ഈശോയെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ സഹായിക്കണമേ. കർത്താവിത ഈ തിരുവൽത്താരിൽ നമ്മളോട് പറയുകയാണ്, ഇതാ ജോഷുവ ജനത്തോട് പറഞ്ഞു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. കർത്താവ് ഇടപെടും. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഈ ദിനങ്ങളിൽ സമർപ്പിച്ച പ്രാർത്ഥനാ മേഖലകളിൽ, പ്രാർത്ഥന നിയോഗങ്ങളിൽ ദൈവമേ, നിനക്ക് മാത്രമേ ഇടപെടാൻ കഴിയുകയുള്ളൂ. ആ വിഷയങ്ങളിൽ കർത്താവെ നിൻ്റെ ഇടപെടലുണ്ടാകട്ടെ. ഞങ്ങളുടെ ചിന്തകൾക്കും ബുദ്ധിക്കും അതീതമായി ദൈവമേ പ്രവർത്തിക്കണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ, ഞങ്ങളുടെ ഭൗതിക ജീവിതത്തിൽ നീ പ്രകടമാക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഒരാവാസം, വലിയൊരു അഭിഷേക ശക്തി ഞങ്ങളിൽ എല്ലാവരിലും ഉണ്ടാകട്ടെ. പരിശുദ്ധ അമ്മയെ പോലെ നിർമ്മലമായ ജീവിതം നയിക്കുവാൻ, വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണം. ഈ ദിനങ്ങളിൽ ഞങ്ങൾക്ക് ലഭിച്ച ആത്മീയ കൃപയുടെ നിറവിൽ ഞങ്ങളെ തന്നെ ഈ ദിവ്യകാരുണ്യത്തിലേക്ക് അമ്മ വഴി സമർപ്പിച്ച് പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ നയിക്കപ്പെടുന്ന വ്യക്തികളാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ പ്രാർത്ഥനകളെ, യാചനകളെ, നിയോഗങ്ങളെ തിരുവൽത്താരയിലേക്ക് ചേർത്ത് വയ്ക്കാം. ഭക്തിയോടെ ഈശോയുടെ കൃപയാർന്ന ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നേരവും സ്തുതി ആരാധന.
പരിശുദ്ധ പരമദിവികാരണീശോയ്ക്ക് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരണീശോയ്ക്ക് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരണീശോയ്ക്ക് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.